ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നും കൊടികുത്തി വാഴുന്ന ലോകത്തിൽ ലഹരി ഉപയോഗം വരുത്തുന്ന വിനകളെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുന്നു. എക്സൈസ് ഓഫീസർ ജാക്സണുമായി പ്രത്യേക അഭിമുഖം. മോഡേൺ സമാർട്ട് ഹോസ്പിറ്റൽ ഇനി വീണ്ടും തുറന്നിരിക്കുന്നു. ലൈഫ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് കരുണയുടെ സ്നേഹസ്പർശവുമായി ജനങ്ങളിലേക്ക്. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത് ഒറ്റപ്പാലത്തെ എക്സൈസ് ഓഫീസർ ജാക്സൺ സാറാണ്. അദ്ദേഹത്തിനോട് ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തോട് താങ്കൾക്ക് പബ്ലിക്കിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? എല്ലാ വർഷാവർഷം പോലെ ഈ വർഷവും ലോക ലഹരി വിരുദ്ധ ദിനം എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു വർഷത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ലോകത്തിൽ വെച്ച് നമ്മൾ നോക്കുന്നതിനേക്കാൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മൾ ഈയിടെ വളരെയേറെ വർദ്ധിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വർദ്ധിച്ച രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിൻ്റേതായുള്ള കരുതലോടുകൂടിയാണ് ഈ ഒരു കാര്യത്തെ സമീപിച്ചിട്ടുള്ളത്. അപ്പം അതിന് വേണ്ട എല്ലാ എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മുടെ പദ്ധതിയുണ്ട്, എക്സൈസിൻ്റെ വിമുക്തി പദ്ധതിയിലൂടെ ആണെങ്കിലും നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് നമ്മൾ കേസുകളുടെ എണ്ണത്തിലാണെങ്കിലും ഈ ഒരു കഴിഞ്ഞ 2-3 മാസത്തോടെ നല്ല രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രീതിയിൽ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഒരു സഹകരണം, അല്ലെങ്കിൽ ആളുകൾ ഇതിനെ നല്ല രീതിയിൽ സമീപിച്ച് നമ്മുടെ വീട്ടിലേക്കും ഈ ഒരു പ്രശ്നം വരാം എന്നത് മനസ്സിലാക്കി ആ ഒരു കാര്യത്തെ സമീപിച്ചതോടുകൂടി ഒട്ടേറെ കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റി. അപ്പം ആളുകൾ ഒരു കുറെ കൂടി ഉണർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ ഒരു സമീപനം ബോധവാന്മാരായി. അപ്പൊ ആ ബോധവാന്മാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെ നമുക്ക് നീക്കാൻ തന്നെ കഴിഞ്ഞേക്കും. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം പല ഭാഗത്തു നിന്നും ഉള്ള സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്കിത് തുടച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം ആ ഒരു രീതിയിൽ നമുക്കിതിനെ എന്തായാലും തുടച്ചു നിൽക്കാൻ പറ്റും. നമുക്ക് ഇത്രയും വിദ്യാഭ്യാസവും ആരോഗ്യപരമായിട്ടല്ല ഇത്ര നേട്ടങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം എന്തൊരു കാര്യം വന്നാലും നമുക്ക് അതിനെ ഒരുമിച്ച് നിന്നാൽ നേരിടാൻ പറ്റുമെന്നുള്ളത് മറ്റൊരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളിലും ചെറുപ്പക്കാരിലുമാണല്ലോ ഏറ്റവും കൂടുതൽ ഇത് സ്വാധീനിക്കുന്നത്. അതെ അതെ അതെ. അതിനെ എങ്ങനെ തടയിടാനാണ് ഉദ്ദേശിക്കുന്നത്? അത് വിദ്യാർത്ഥികളെ നമുക്ക് മറ്റൊരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഇവർക്ക് കുറെ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളും ഈ ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ജോലി ഇതിലേക്ക് എത്തിയ ആൾക്കാരാണ്. അപ്പം നമ്മൾ ആ പ്രായത്തിൽ നമ്മൾ ഫേസ് ചെയ്തേക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാത്ത പല സാഹചര്യത്തിലൂടെയും ഇന്നത്തെ തലമുറ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നവമാധ്യമങ്ങളാണ്. അപ്പം നവമാധ്യമങ്ങളുടെ സ്വാധീനം വളരെയേറെ ഉള്ളത് കൊണ്ട് തന്നെ ഇവര് പല രീതികളിലേക്കും പോകാൻ ഉള്ള ഫേസ്ബുക്ക്, വാട്സാപ്പ്, അത് മാത്രമല്ല അതൊരു കുറെ വഴികളുണ്ട്. അപ്പോൾ ഇന്നൊരു മാധ്യമം എന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾ കുറെ എണ്ണങ്ങളുണ്ട്. പക്ഷെ ഇതിലെല്ലാം ഈ ഫെയിം നമ്മൾ പഴയ രീതിയിൽ നമ്മൾ ഗ്രൗണ്ടിൽ കളിച്ചും അല്ലെങ്കിൽ പാടവരമ്പത്ത് നമ്മൾ നടന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ശീലത്തിലൂടെ വന്ന് നമ്മുടെ കാരണവന്മാര് നമ്മൾ പറയാറുണ്ട്, എന്താണ്, ഞാൻ 10 കിലോമീറ്റർ നടന്നാണ് സ്കൂളിലെത്തിയത്. അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് തോട് നീന്തിയാണ് 6 നീന്തിയാണ് വന്നത്. സൗകര്യങ്ങളില്ല. അന്നൊക്കെ അത്രയും ഇത് നമ്മുടെ കുട്ടികളോട് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത്, അപ്പൊ ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണോ? അപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റി. ഓരോ തലമുറയിലും അവരുടേതായ കഷ്ടപ്പാടുകളുണ്ട്, വേദനകളുണ്ട്. അപ്പൊ അതെല്ലാം തിരിച്ചറിഞ്ഞ് ഒരു പെരുമാറാൻ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യേണ്ട കാര്യം. പിന്നെ അവർക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പഠിത്തത്തിന് പുറമെ നമ്മൾ പഠിക്കുക എന്നുള്ള ഫോഴ്സ് ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ലാതെ തന്നെ അവർക്ക് എക്സ്ട്രാ ആയിട്ടുള്ള, ഒരാൾക്ക് പടം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ആ രീതിയിലേക്ക്, ചെണ്ട കൂട്ടാനാണ് കഴിവെങ്കിൽ അത് വളർത്തിയെടുക്കാനുള്ള ഇത്, അങ്ങനെ മറ്റേത് ഒരാൾക്ക് പല ആൾക്കാർക്കും പല കഴിവുകളാണ്. അപ്പൊ ആ കഴിവുകൾ കൂടെ വളർത്തിയെടുത്താൽ നമുക്ക് ഈ ശ്രദ്ധ തിരിച്ച് അവരെ ആ മേഖലയിലേക്ക് കൊണ്ടുപോയി ചിലപ്പോൾ അവർ ആ മേഖലയിലായിരിക്കും പ്രശസ്തരാകുന്നത്. അതെ, കഴിവ് തെളിയിക്കുന്ന ആൾക്കാർ, കഴിവ് തെളിയിക്കുന്ന അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പഠിത്തത്തിൽ കൂടെ മാത്രമാണ് ഒരാൾ ഭാവിയിൽ വിജയം കണ്ടെത്തുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിച്ച് വിടുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ വേണ്ട പ്രോത്സാഹനം നമുക്ക് നൽകി കഴിഞ്ഞാൽ അവർക്ക് ആ മേഖലയിൽ വിജയം കണ്ടെത്താൻ പറ്റും.
പക്ഷെ ഇതിലൊരു കാര്യം സർ, ഈ രക്ഷിതാക്കൾക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. വീട്ടിൽ ഇരിക്കുന്ന കുട്ടികളോ വീട്ടിലിരിക്കുന്ന സമയത്ത് പറഞ്ഞ് ഉപദേശിക്കാനേ പറ്റുള്ളൂ. പക്ഷെ സ്കൂളിൽ പോകുന്ന സമയത്തും ഇപ്പോൾ കടകളിൽ പേന വാങ്ങിക്കാൻ പോകും, അല്ലെങ്കിൽ ചങ്ങാതിമാർ തമ്മിൽ ഒരു ചോക്ലേറ്റ് കൊടുക്കും, ഇപ്പൊ MDMA പോലുള്ള ഇതൊന്ന് ആസ്വദിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞാൽ അതിൽ പെട്ടാൽ പിന്നെ ആ ട്രാപ്പിലായി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതൊന്ന് തിരിച്ചു വരേണ്ട ഒരവസ്ഥ ഉണ്ടാവുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളൊരു അത് ഇതില് ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. മോശം പേരന്റിങ്ങും കൂടെ ഈ ഒരു കാരണത്തിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്താണ് മോശം പേരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ ശകാരിക്കുക, വടി കൊണ്ട് അടിക്കുക ഒക്കെ ചെയ്യുന്ന പരിപാടികളുണ്ടായിരുന്നു. എന്നാൽ ഇന്നൊരു വഴക്ക് കേൾക്കാൻ ഏതെങ്കിലും കുട്ടി നിർബന്ധിതനാകാറുണ്ടോ? ഇല്ല. അവരപ്പോൾ തന്നെ കംപ്ലൈന്റ് ചെയ്യുന്നു, മാഷ് അടിച്ചാൽ കംപ്ലൈന്റ് ചെയ്യുന്നു, നമ്മൾ പ്രിൻസിപ്പളിന് നേരെ കൈ ചൂണ്ടിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ. അപ്പം ചെറിയൊരു വഴക്ക് പോലും ഇന്നത്തെ കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ താങ്ങാൻ പറ്റുന്നില്ലാത്ത എന്താണായത്? അവരെ മോശം പേരന്റിങ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുത്താൽ അവർക്ക് പിന്നീട് വലിയൊരു പ്രായമാകുമ്പോൾ മനസ്സിലാവും അവരെന്തിനാ ഞാൻ അടി കൊണ്ടതെന്ന്. അടി കൊള്ളാത്തവൻ നാളെ നാട്ടുകാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ മറ്റ് നിയമ നടപടികളും അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയിലെ വഴക്ക് പറയുന്നത് ആ രീതിയിൽ കാണാൻ ഇന്നത്തെ കുട്ടികൾ തയ്യാറാകുന്നില്ല. അപ്പോൾ തന്നെ അവർ മറ്റു രീതികളിൽ മനുഷ്യാവകാശം, അപ്പം ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് അവകാശങ്ങളെല്ലാം ചോദിച്ചു വാങ്ങുന്ന തിരക്കിലാണ്. എന്നാൽ സ്വന്തം കടമകൾ ചെയ്യുന്ന കാര്യത്തിൽ ഇവരാരും ഒന്നും പറയുന്നില്ല. പിൻപന്തിയിലാണ്, വളരെ പിൻപന്തിയിലാണ്. എന്നാൽ കടമകൾ കൂടെ ചെയ്തിട്ടാണ് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ അവകാശം അവസ്ഥയിലാണ്. ഇവർക്ക് പണ്ടത്തെ കുട്ടികളെ പോലെയല്ല, ഇപ്പൊ ഇവർക്ക് നിയമവശങ്ങളെല്ലാം അറിയാം, ഭരണഘടനയുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ കുട്ടികൾക്കും തന്നെ അറിയാം. എന്നാൽ ചെറിയ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോന്ന് ചോദിച്ചില്ല. അപ്പൊ ആ രീതിയിലാണ് ഇന്നത്തെ കുട്ടികൾ സംസാരിക്കുന്നത്. അപ്പൊ അവര് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ ചെയ്യാനുള്ള കടമകളിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടം കൂടി ഇതിലുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞു തരുന്നത് രക്ഷിതാക്കളാണ് എടുക്കുന്നതിൽ കൃത്യമായ പങ്കുവഹിക്കുന്നത്. ഏറ്റവും പറഞ്ഞു കൊടുക്കേണ്ടതും ഇവര് നല്ല രീതിയിൽ നയിക്കേണ്ടതുമായ ആൾക്കാർ രക്ഷിതാക്കളും തന്നെയാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ പോലെ ഈ ആളുകളെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കേണ്ട സമയമാണ് ഇവരെ. എന്നാൽ ഈ ഒരു 25 വയസ്സ് കഴിയുന്നതോടുകൂടി ഇവർക്ക് അത്രയും ഒരു പ്രശ്നങ്ങൾ കാണുന്നില്ല. കാരണം അവരവരെ കരിയർ അല്ലെങ്കിൽ ജോലി, വിവാഹം, ഒരു കുടുംബജീവിതം എന്നുള്ള ആ ഒരു തിരക്കിലേക്ക് മാറുകയാണ്. പിന്നെ അവർ തിരക്കായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ നമ്മൾ രണ്ട് കുടുംബങ്ങളിലെ കാര്യങ്ങൾ പറയുന്ന പോലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടമാണ്. അപ്പൊ ആ ഒരു നെട്ടോട്ടത്തിൽ അവർക്ക് ഇതിലേക്ക് നമ്മൾ കടക്കില്ല. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു കുടുംബമായി കഴിയുമ്പോൾ അവർ ആ ഒരു രീതിയിലേക്ക് മാറും. ഇന്നത്തെ കുട്ടികൾ ആ ഒരു രീതിയിലേക്ക് മാറുമെന്ന് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഉദാഹരണത്തിന് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഏതെങ്കിലും കുട്ടികൾക്കറിയാവോ? വീട്ടിൽ പോയി സാധനം മേടിക്കുന്ന ഇന്ന് എത്ര കുട്ടികളുണ്ട്? പണ്ട് നമ്മളൊരു സാധനം മേടിക്കുവാണെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തി ബാക്കി പൈസ നമ്മൾ വീട്ടിൽ അച്ഛൻ്റെ അമ്മേനും കൊണ്ട് കൊടുക്കും, സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. ഇന്നത്തെ എത്ര കുട്ടികൾ ചെയ്യും? വില പോലും ചോദിക്കുന്ന അറിയില്ല. 1 കിലോ അരിയുടെ വില അറിയില്ല, മറ്റ് എത്ര സാധനങ്ങളുടെ വില അറിയത്തില്ല, ഇത് ഏത് കടകളിൽ നിന്ന് മേടിക്കണമെന്ന് അറിയത്തില്ല. എന്നാൽ ഇന്ന് ഓൺലൈൻ മറ്റ് സാധനങ്ങളിലൂടെ ഫുഡ് വാങ്ങുന്നതിലൂടെ തിരക്കിലാണ്. രക്തബന്ധത്തെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പിന്നീടുള്ളൊരു സംഭവം അല്ലെങ്കിൽ വരുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴായിരിക്കും പറയുന്നത് ഇന്ന വീട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ വരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങനെയാണ്? കുടുംബങ്ങൾ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് എല്ലാവർക്കും, അതിലാണ് മെസ്സേജ് ഇടുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ആരെങ്കിലും മരിച്ചാലും ജനിച്ചാലും മറ്റെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലും എല്ലാം ഗ്രൂപ്പുകളിൽ തന്നെയാണ്, എല്ലായിടത്തും ഗ്രൂപ്പുകളാണ്. നമുക്കിതിലൊരു ഇടവേള ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടവേളയിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം ഈ പരിപാടി. മോഡേൺ സെമാർക്ക് ഹോസ്പിറ്റൽ ഇനി വീണ്ടും തുറന്നിരിക്കുന്നു. സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർ: ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ശിവദാസ് വി, ഡോക്ടർ പ്രണവ്. ഗൈനക്കോളജി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ ഉത്തര ആർ. ജനറൽ ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ ദിനേശ് റാം സി. ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ ഡോക്ടർ അശ്വിൻ വി ദേവ്. പീഡിയാട്രിക് വിഭാഗത്തിൽ ഡോക്ടർ ഹരിപ്രിയ വി മനോഹർ. ENT സർജറി വിഭാഗത്തിൽ ഡോക്ടർ ലെസ്ലി ഫ്രാൻ. എമർജൻസി വിഭാഗത്തിൽ ഡോക്ടർ വെങ്കിടേഷ്. കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടർ സുനിൽ ശിവദാസ്. നിങ്ങൾ അറിഞ്ഞോ? ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഗ്രോസറീസ്
ആയിക്കോട്ടെ, ക്രോക്കറീസ് ആയിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തും ഇവിടെയുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇനി ഈസിയായി പർച്ചേസ് ചെയ്യാം. കൂടാതെ തന്നെ ഏറ്റവും രുചികരമായ ബേക്കറി ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പൊ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് കരുണയുടെ സ്നേഹസ്പർശവുമായി ജനങ്ങളിലേക്ക്. ബന്ധങ്ങളുടെ ആഴവും പരപ്പും തിരിച്ചറിയപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ സഹജീവികളുടെ സഹായം മാത്രം മുന്നിൽ കണ്ട് കരുണയുടെ മാതൃസ്നേഹം വിളിച്ചോതുന്ന മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനങ്ങളിലേക്ക്. വരൂ, നിങ്ങൾക്കും ഒരു സഹായഹസ്തം ഞങ്ങളിലൂടെ സമൂഹത്തിലേക്ക് നൽകാം. സാന്ത്വനമേകാം ഒരു നല്ല സമൂഹത്തിനായി. നമ്മോടൊപ്പം അണിചേരൂ. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ്, ആലത്തൂർ, പാലക്കാട്. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ്, നിയർ മിനി സിവിൽ സ്റ്റേഷൻ, കോട്ട് റോഡ്, ആലത്തൂർ, പാലക്കാട്. മദർ ട്രസ്റ്റിലെ ഭാരവാഹികളും അതിലത്തെ എല്ലാ സാറുമാരും ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മദർ ട്രസ്റ്റിൽ ഒരു ചെറിയ പ്രശ്നം വന്ന കാരണം ഞങ്ങൾക്ക് ആ കിട്ടുന്നതെല്ലാം നിന്നുപോയി. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് വേറെ എവിടെ നിന്നും കാര്യമായിട്ട് ഒരു സഹായങ്ങളൊന്നും കിട്ടാറില്ല. കിട്ടുന്നത് ചെറുതോ വലുതോ എന്നുള്ളതല്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് എന്നെയാണെങ്കിലും ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിലും വലിയൊരു സഹായമായിരുന്നു. അത് നിന്നുപോയി എന്നുള്ളത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് അറിയാത്തവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. എന്താണ് പറഞ്ഞാൽ മറ്റ് ടീമുകൾക്ക് ഇപ്പോൾ കൊടുക്കുമ്പോൾ നല്ലത് ചെയ്യുന്നോ പെട്ടെന്ന് ചെയ്യുന്നോ അവർ എന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷേ എങ്കിലും അവർ ചെയ്യുന്ന ഒരു ഉപകാരങ്ങൾ വളരെ വളരെ വലുതാണ്. എൻ്റെ അനിയനെ കിഡ്നി സംബന്ധമായ അസുഖം തുടങ്ങിയിട്ട് 5-8 വർഷമായി. ഇപ്പോൾ 4-5 വർഷമായി ഇപ്പോൾ ഡയാലിസിസ് ചെയ്തു വരുന്നു. ആദ്യം അമേറ്റീസ് ഹോസ്പിറ്റലിലായിരുന്നു, പാലത്തൂർ പ്രസന്റ് ഹോസ്പിറ്റലിൽ വരുന്നു. ഒരുപാട് ജനങ്ങളുടെ സഹായത്താലും ട്രസ്റ്റുകളുടെ സഹായത്താലും ഞങ്ങൾ ചികിത്സ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ ഒരുപാട് ചികിത്സാ സഹായത്തിനായി സഹായിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് ഞങ്ങൾക്ക് ആ സഹായം ലഭിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സഹായങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ നന്ദി അറിയിക്കണമെന്ന് അറിയില്ല. ഞങ്ങൾ ഇനിയും തുടർന്ന് ഞങ്ങൾക്ക് സഹായം ലഭിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാനും അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സോട് പ്രവർത്തിച്ചാൽ അത് അവരെ ഒരു പരിഹാരം ഉണ്ടാവും. ഈ മനുഷ്യനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തെറ്റ്. താങ്കൾ പറഞ്ഞതിന് സൗകര്യങ്ങൾ കൂടുന്നതോടുകൂടി സ്വഭാവ രീതിയിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ ആ ബേസ് ആയിട്ട് നിന്ന സ്വഭാവ രീതിയിൽ നിന്ന് ഒരിക്കലും അവർ താഴോട്ട്. പക്ഷെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഏത് കാര്യം സൗകര്യങ്ങൾ ഉണ്ടായാലും അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പണ്ട് നമ്മൾ മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യം അടി കൊടുത്താണെങ്കിലും മറ്റു കാര്യങ്ങൾ പറഞ്ഞാണെങ്കിലും ജീവിതാനുഭവങ്ങൾ പറഞ്ഞാണെങ്കിലും അവരെ കൊണ്ട് പറയും. ഇപ്പം എന്താണ് പഴയ ആൾക്കാർ പറയുന്നത്, ഞാൻ 10 കിലോമീറ്റർ നടന്ന സ്കൂളിൽ വന്നതെന്ന്. അവരത് ജീവിച്ചതാണ്. ആ ജീവിച്ച കാര്യം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ കുട്ടികളോട് പറയുന്നത്. പക്ഷെ തിരിച്ച് ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പ്രശ്നമല്ല, അവരത് കേൾക്കുമ്പോൾ എന്താണ് വിചാരിക്കുന്നത്, ഓ എൻ്റെ അടുത്ത് ഇത് വീണ്ടും വീണ്ടും പറയുന്നു, അപ്പം ഞാനും തിരിച്ച് അതുപോലെ ചെയ്യണോ? കാരണം അവർ ജീവിച്ച കാര്യമാണ് പറയുന്നത്. ഇവര് ജീവിച്ചിട്ടില്ല. ഇവര് ജീവിക്കാത്തതുകൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് എത്ര തവണ പറഞ്ഞാലും അത് മനസ്സിലാവില്ല. ത്യാഗത്തോടുള്ള ജീവിതം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലും. ഇപ്പൊ ഞാൻ നമ്മുടെ സ്കൂളുകളിൽ എല്ലാ തവണയും പോലെ തന്നെ വിജയ ശതമാനം ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. എല്ലാവരും പഠിച്ച് പാസ്സാകുന്നുണ്ട്. എന്നാൽ ഈ പ്രായോഗിക വിദ്യാഭ്യാസം ഇന്ന് എത്ര കുട്ടികൾക്കുണ്ട്? നമ്മൾ എത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഇപ്പം മറ്റ് ഏത് കണക്കുകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ജീവിതത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല കുട്ടികൾക്ക്. എന്നാൽ എഴുതി പ്രതിഫലിപ്പിക്കാൻ ഇവർക്കറിയാം. നല്ല മാർക്കുകളോടെ തന്നെയാണ് പാസ്സാകുന്നത്. എല്ലാവരും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ഉദാഹരണത്തിന് സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് അവരുടെ കാര്യം കൂടെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ മതി ഒരു കുടുംബം തകരാൻ, അല്ലേ? എൻ്റെ കുടുംബം അങ്ങനെയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ മതി ഒരു കുടുംബം തകരാൻ. എന്നാൽ ഇന്ന് എത്ര കുടുംബങ്ങൾ ഇത്ര ഈ സമ്പാദിക്കുന്നതല്ലാതെ ചെലവഴിക്കാനും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് 25,000 രൂപയുടെ ജോലി മേടിക്കുക, 50,000 രൂപയുടെ ജോലി മേടിക്കുക, 1,00,000 രൂപയുടെ ജോലി മേടിക്കുക, നീ വിദേശത്തേക്ക് പോകും. എന്നാൽ ഈ സമ്പാദിച്ച് കിട്ടിയത് 10,000 രൂപയാണെങ്കിലും 10,000 രൂപ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം സാധനങ്ങളുടെ വിലയൊക്കെ കയറുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾ ബോധവാന്മാരല്ല. 10,000 രൂപ അല്ലെങ്കിൽ
1000 രൂപ ഫുഡ്, 1000 രൂപ റെന്റ്, 1000 രൂപ എഡ്യൂക്കേഷൻ, അങ്ങനെ പറഞ്ഞ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ മാത്രമേ ഇന്നത്തെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ജീവിതശൈലി അങ്ങനെയുള്ളൊരു ഈ ഒരു സാഹചര്യത്തില് കുട്ടികൾ അനാവശ്യമായിട്ട് ചോദിക്കുമ്പോൾ, അതാണ് ഞാൻ ആ പോയിന്റിലേക്ക് എത്തിയത്. കുട്ടികൾ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ പേരൻസ് നിൽക്കാതിരിക്കും. അതാണ് മോശം പേരന്റിംഗ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ ഒരു കാര്യം. ഇവർ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ നിൽക്കരുത്. കാരണം പല രീതിയിലും പറ്റിച്ച് ചോദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടുകാര് തന്റെ മകൻ നല്ല രീതിയിൽ പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എത്ര രൂപ ചോദിച്ചാലും എടുത്തു കൊടുക്കും. നമ്മളാണെങ്കിലും എടുത്തു കൊടുക്കും. പക്ഷെ ആ കുട്ടി അന്ന് ആ പൈസ അവരങ്ങനെ ആ രീതിയിൽ മേടിച്ച് കഴിയുമ്പോൾ കുട്ടി കള്ളം പറഞ്ഞ് വാങ്ങിയത് കൊണ്ട് പിന്നെയും കുട്ടി കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ അത് അറിയുന്നുമില്ല. ചോദിക്കാത്തതുകൊണ്ട് കൂട്ടു നിൽക്കുന്ന മാതിരി തന്നെ ആയിപ്പോവും. അപ്പൊ ആ രീതിയിൽ ഇവര് ആവശ്യമുള്ള കുട്ടി എന്താണ്, ഏത് ക്ലാസ്സിലാണെങ്കിലും അതിനൊരു ചെലവുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഉള്ള ചെലവല്ല 10ൽ പഠിക്കുമ്പോൾ, 10ലല്ല കോളേജിൽ കയറുമ്പോൾ. അപ്പൊ ആ ഒരു ആവശ്യമുള്ള പണം മാത്രം ഓരോ രൂപയും കഷ്ടപ്പെട്ട് സ്വരൂപിക്കുന്നത് അച്ഛനമ്മയും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചെലവഴിക്കുന്നതും കൂടെ കൃത്യ രീതിയിൽ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും ചെലവഴിച്ചു, ഇത് എല്ലാ മാതാപിതാക്കളും പറയുന്ന കംപ്ലൈന്റ് ആണ്. ഞാൻ ലക്ഷങ്ങൾ മേടിച്ചു കൊടുത്തു, ഇന്ന കോളേജിൽ സീറ്റ് മേടിച്ചു കൊടുത്തു, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു, അല്ലെങ്കിൽ വിദേശത്തേക്ക് പറഞ്ഞയച്ചു. ഇവരിങ്ങനെയൊക്കെ ചെയ്തതോടുകൂടി വീണ്ടും ഇവർ തമ്മിലുള്ള മാനസികമായ അകലം കൂടുകയാണ്. പൈസ കൊണ്ട് മാത്രം എല്ലാം ശരിയാവുമെന്ന് ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നിടത്താണ് തെറ്റ്. എത്ര പൈസ ഉള്ളവരാണെങ്കിലും പൈസ ഇല്ലാത്തവരാണെങ്കിലും ആ പൈസ നിർമ്മിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ആ പൈസ ഉണ്ടാക്കാൻ എടുക്കുന്ന എഫേർട്ട് ആ കുട്ടികളും കൂടെ അറിയണം. അതാണ് വ്യത്യാസം. നിങ്ങൾ പൈസ എത്ര കൊടുത്ത് സീറ്റ് മേടിച്ചു കൊടുക്കും, അതൊന്നും വിഷയമല്ല. പക്ഷെ ഇത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാണ് ഒരു സീറ്റ് മേടിച്ച് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ സാഹചര്യം ഉണ്ടായത് എന്ന് കുട്ടികൾ അറിയണം. ആദ്യം അവയർനെസ് വേണ്ടത് രക്ഷിതാക്കൾക്ക് തന്നെയാണ്. യാതൊരുവിധ സംശയമില്ല. ഒരു PTA മീറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര പേരൻസ് വരും? കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. അവരിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. എന്നാൽ പേരൻസിന്റെ പ്രാധാന്യം വളരെ കുറവാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും പറയാറുണ്ട്. ടീച്ചേഴ്സിന് തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ബാഗ് ചെക്ക് ചെയ്യാനുള്ള പരിമിതിയും ഒക്കെ ഉണ്ട്. കാരണം അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കുട്ടികൾ മറ്റു രീതിയിൽ ടീച്ചർമാർക്കെതിരെ തന്നെ തിരിയുന്ന സാഹചര്യമുണ്ട്. ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ പോലും അവര് ചിലപ്പം ഞാനിതിനെ പോയി പിന്നെ ഒരു ഇഷ്യൂലേക്ക് ചാടുന്നതെന്ന് ഓർത്തുകൊണ്ട് അവര് പിന്നെയും പിന്മാറും. അപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. ഇന്നിപ്പം നമ്മൾ സ്ഥിരം കാണുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പെൺകുട്ടികളാണ്. അപ്പം ആ പെൺകുട്ടികളെ അമ്മമാര് കൂടുതൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അമ്മമാരാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്നാലും ലേഡി ടീച്ചർമാരോട് പറയാനുണ്ട്, അവർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് പേടിയുള്ളതോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞു, കാരിയറായിട്ട് ഉപയോഗിക്കുന്നതെന്ന്. കാരണം ഇവർ ഈ വിദ്യാർത്ഥി കാലഘട്ടം പിന്നിട്ട് കോളേജിലേക്ക് പറയുമ്പോൾ ഇവർ പല ബന്ധങ്ങളിലും ഏർപ്പെടും. സുഹൃത്തുക്കളുമായും മറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇവരെ ഉപയോഗിക്കുന്നത് ഏത് രീതിക്കാണെന്ന് അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണെന്ന് ഇവർ ബോധവാന്മാരാകണം. സ്വയം ബോധം ഉണ്ടാവണം. നമ്മളല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ മഫ്തിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, അവർ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമാണെന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നമുക്ക് ആശങ്കയുള്ളത്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഉദാഹരണത്തിന് ആൺകുട്ടി ഈ പെൺകുട്ടിയോട് അല്ലെ പ്രണയബന്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൈമാറാനോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനോ ആയിരിക്കും. മീഡിയേറ്റർ ആയിട്ടായിരിക്കും ഈ പെൺകുട്ടി അയാള് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ അതിർവരം വിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരാളെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവര് മനസ്സിലാക്കണം, ചിലപ്പോൾ ഇവര് പെൺകുട്ടികളുടെ ട്രാപ്പിലായി കണ്ണടച്ച് വിശ്വസിക്കും. എനിക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ വിശ്വാസം നേടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടാണ് പിന്നെ ഇവർ ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ. അപ്പൊ പെൺകുട്ടികൾ ബോധം ഏതൊരവസ്ഥയിലും ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുക്കളല്ലാതെ മറ്റെന്ത് സാധനവും നമ്മൾ കഴിക്കാനുള്ള വസ്തുക്കൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ. പക്ഷെ വേറെ കാര്യമുണ്ട് സാർ, ഇപ്പോ ഭക്ഷ്യവസ്തുക്കളിലൂടെ ആണല്ലോ ഈ പ്രവണത ഉണ്ടാക്കിയെടുക്കുന്നത്. ചോക്ലേറ്റ് പോലെയും അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണല്ലോ ഇതിന്റെ ഒരു പോക്ക്. കാരണം എന്താ വെച്ചാൽ അതിൽ ആകൃഷ്ടരാകുമ്പോഴാണല്ലോ ഭക്ഷ്യവസ്തുക്കളിലും ആകൃഷ്ടരാകുന്ന ചെറിയ പ്രായം. കുറച്ച് വലുതാകുമ്പോൾ വേറെ മറ്റു പല ഉപയോഗങ്ങൾക്കും പറ്റുന്ന ഉപകരണങ്ങൾ അങ്ങനെയാണല്ലോ ഇതിനെ കീഴ്പ്പെടുത്തി കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തടയിടാൻ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ പോലീസിനും
അല്ലെങ്കിൽ ഗവൺമെന്റിനും തടയിടാനുള്ള സംവിധാനങ്ങളില്ലേ? ഉണ്ട്. നമ്മൾ കമ്പൈൻഡ് റെയ്ഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഹോട്ടലുകളിലാണെങ്കിലും കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും സ്കൂളിന്റെ പരിസരത്തുള്ള സ്ഥാപനങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. മറ്റ് മയക്കുമരുന്ന് എന്തെങ്കിലും കലർന്ന മുട്ടായികൾ എന്തെങ്കിലും കഴിച്ചാൽ ആ കുട്ടി അബോധാവസ്ഥയിലേക്ക് എന്തെങ്കിലും ആയാൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ആ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കഴിച്ചിട്ട് ആ കുട്ടിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. പിന്നെ ആ കടയിൽ നിന്ന് എന്ത് സാധനമാണോ മേടിച്ചത് അതിൻ്റെ ഒരു സാമ്പിള്, മിഠായി മറ്റെന്ത് സാധനമാണോ കഴിച്ചത് അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് വെക്കുക. ബാക്കി നമ്മൾ വന്നിട്ട് നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ പുതിയ ലഹരി വസ്തുക്കളുണ്ട്, നമ്മുടെ പുകയില വസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഈ ഗേറ്റ് വേ ഓഫ് ഡ്രഗ്സ് എന്ന് അറിയപ്പെടുന്ന വിദ്യാർത്ഥികൾ. അതാണ് നമ്മൾ കടകളിലും മറ്റും ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കാണുന്നത്. നിരീക്ഷിക്കാനായിട്ട് ഇന്ന കടകളിൽ നമ്മൾ ചോദിക്കാറുണ്ട് കുട്ടികളോട്, ഇന്ന കടയിലുണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ നമ്മളോട് വിളിച്ച് പറയണം എന്നുള്ള രീതിയിൽ തന്നെ ഈ മേഖലകളിൽ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. നമുക്കിപ്പോൾ കേസ് കിട്ടുന്നതിൽ ഏറ്റവും ഇങ്ങനെയുള്ള കേസുകളാണ്. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താതെ, ആരാണെങ്കിലും ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നമ്മൾ കേസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ്. പിന്നെ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചോദിക്കും ആരാ എവിടെ നിന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമുക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, നടക്കുന്ന സ്ഥലം, സമയം. 2 കാര്യങ്ങൾ അറിഞ്ഞാൽ അവരെ വിളിച്ചു പറയുന്ന ആരാന്ന് പോലും നമ്മൾ ചോദിക്കില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈം നടക്കുന്ന സ്ഥാപനമാണ് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സമയത്ത് തന്നെ എത്തി നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട നോട്ടീസ്, കടയ്ക്ക് വേണ്ട നോട്ടീസ് നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊടുക്കാറുണ്ട്. നമുക്കിതിലൊരു ഇടവേള ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടവേളയിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം ഈ പരിപാടി. മോഡേൺ സമാർട്ട് ഹോസ്പിറ്റൽ ഇനി വീണ്ടും തുറന്നിരിക്കുന്നു. സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർ: ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ശിവദാസ് വി, ഡോക്ടർ പ്രണവ്. ഗൈനക്കോളജി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ ഉത്തര ആർ. ജനറൽ ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ ദിനേശ് റാം സി. ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ ഡോക്ടർ അശ്വിൻ വി ദേവ്. പീഡിയാട്രിക് വിഭാഗത്തിൽ ഡോക്ടർ ഹരിപ്രിയ വി മനോഹർ. ENT സർജറി വിഭാഗത്തിൽ ഡോക്ടർ ലെസ്ലി ഫ്രാങ്ക്. എമർജൻസി വിഭാഗത്തിൽ ഡോക്ടർ വെങ്കിടേഷ്. കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടർ സുനിൽ ശിവദാസ്. നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഗ്രോസറീസ് ആയിക്കോട്ടെ, ക്രോക്കറീസ് ആയിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തും ഇവിടെയുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇനി ഈസിയായി പർച്ചേസ് ചെയ്യാം. കൂടാതെ തന്നെ ഏറ്റവും രുചികരമായ ബേക്കറി ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പൊ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് കരുണയുടെ സ്നേഹസ്പർശവുമായി ജനങ്ങളിലേക്ക്. ബന്ധങ്ങളുടെ ആഴവും പരപ്പും തിരിച്ചറിയപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ സഹജീവികളുടെ സഹായം മാത്രം മുന്നിൽ കണ്ട് കരുണയുടെ മാതൃസ്നേഹം വിളിച്ചോതുന്ന മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനങ്ങളിലേക്ക്. വരൂ, നിങ്ങൾക്കും ഒരു സഹായഹസ്തം ഞങ്ങളിലൂടെ സമൂഹത്തിലേക്ക് നൽകാം. സാന്ത്വനമേകാം ഒരു നല്ല സമൂഹത്തിനായി. നമ്മോടൊപ്പം അണിചേരൂ. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ്, ആലത്തൂർ, പാലക്കാട്. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ്, നിയർ മിനി സിവിൽ സ്റ്റേഷൻ, കോട്ട് റോഡ്, ആലത്തൂർ, പാലക്കാട്. മദർ ട്രസ്റ്റിലെ ഭാരവാഹികളും അതിലത്തെ എല്ലാ സാറുമാരും ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇതിൻ്റെ മദർ ട്രസ്റ്റിൽ ഒരു ചെറിയ പ്രശ്നം വന്ന കാരണം ഞങ്ങൾക്ക് ആ കിട്ടുന്നതെല്ലാം നിന്നുപോയി. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് വേറെ എവിടെ നിന്നും കാര്യമായിട്ട് ഒരു സഹായങ്ങളൊന്നും കിട്ടാറില്ല. കിട്ടുന്നത് ചെറുതോ വലുതോ എന്നുള്ളതല്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് എന്നെയാണെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിലും വലിയൊരു സഹായമായിരുന്നു. അത് നിന്നുപോയി എന്നുള്ളത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് അറിയാത്തവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. എന്താണ് പറഞ്ഞാൽ മറ്റ് ടീമുകൾക്ക് ഇപ്പോൾ കൊടുക്കുമ്പോൾ നല്ലത് ചെയ്യുന്നോ പെട്ടെന്ന് ചെയ്യുന്നോ അവർ എന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷെ എങ്കിലും അവർ ചെയ്യുന്ന ഒരു ഉപകാരങ്ങൾ വളരെ വളരെ വലുതാണ്. എൻ്റെ അനിയനെ കിഡ്നി സംബന്ധമായ അസുഖം തുടങ്ങിയിട്ട് 5-8 വർഷമായി. ഇപ്പോൾ 4-5 വർഷമായി ഇപ്പോൾ ഡയാലിസിസ് ചെയ്തു വരുന്നു. ആദ്യം നവൈറ്റീസ് ഹോസ്പിറ്റലിലായിരുന്നു, പാലത്തൂർ പ്രസന്റ് ഹോസ്പിറ്റലിൽ വരുന്നു. ഒരുപാട് ജനങ്ങളുടെ സഹായത്താലും ട്രസ്റ്റുകളുടെ സഹായത്താലും ഞങ്ങൾ ചികിത്സ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ ഒരുപാട് ചികിത്സാ സഹായത്തിനായി സഹായിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് ഞങ്ങൾക്ക് ആ സഹായം ലഭിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സഹായങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ നന്ദി അറിയിക്കണമെന്ന് അറിയില്ല. ഞങ്ങൾ ഇനി തുടർന്ന് ഞങ്ങൾക്ക് സഹായം ലഭിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കോളേജുകൾക്കും സ്കൂളുകൾക്കും അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ സ്കൂളുകളും കോളേജുകളിലൊക്കെ ഒരു ബോർഡ് സ്ഥാപിച്ചൂടെ? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും നമ്മൾ നോട്ടീസും മറ്റു കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യുന്നു. നമ്മൾ സ്ഥിരമായിട്ട് സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവർക്ക് നമ്പർ തന്നെ കാണാപ്പാടാണ്. ഇപ്പൊ കേൾക്കാത്തവർക്കായിട്ട് ഞാൻ ഒന്നോടും പറയാം, 144-05 നമ്മുടെ മറ്റേ വിമുക്തിയുടെ ടോൾ ഫ്രീ നമ്പർ. അപ്പൊ എന്തെങ്കിലും 144-05 അപ്പം മറ്റേ ടോൾ ഫ്രീ നമ്പർ ഇതാണ്. അപ്പൊ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിമുക്തിയുടെ അതെ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മൾ നോട്ടീസുകളും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കൺസേൺഡ് നിങ്ങൾ ഇരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും വീടാണെങ്കിലും, നമ്മളിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ പരിധി മാത്രമല്ല, അവരുടെ വീടുകളിലും കൂടെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഏത് പരിധിയാണെങ്കിലും നിങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള റേഞ്ചിന്റെ, എക്സൈസ് റേഞ്ചിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ നമ്പറും കൂടെ നിങ്ങളുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ നമ്പർ എപ്പോഴും ഉണ്ടായിരിക്കണം. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി പോലും നമ്മൾ ചോദിക്കില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ അല്ല പരാതികളുണ്ടെങ്കിൽ നമ്മളോട് അറിയിക്കാവുന്നതാണ്. ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തില് താങ്കൾക്ക് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കൊടുക്കാനുള്ള ഒരു കാച്ചിക്കുറിക്ക് ഉപദേശം എന്താണ്? നമുക്ക് പേരൻസിനോട് പറയാനുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാലും അവരെ നമ്മൾ ബലൂണിലിട്ട പോലെ എപ്പോഴും നമ്മളെ കുട്ടികളെ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റില്ല. ഇന്നത്തെ ലോകമാണ്. പക്ഷെ എവിടെയൊക്കെ പോകുന്നു, ഉദാഹരണത്തിന് രാവിലെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടി സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഡ്രസ്സ് മാറി വേറെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു ത്വരയൊക്കെ ഉണ്ടാകാം. മറ്റു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അന്ന് സ്കൂളുണ്ടോ, സ്കൂളിൽ പോയിട്ട് തന്നെയാണോ തിരിച്ച്, ചിലപ്പോൾ ഉച്ചയ്ക്ക് സ്കൂൾ വിടാം എന്തെങ്കിലും കാരണവശാലും. അപ്പോൾ സ്കൂളിൽ തന്നെയാണോ കോളേജിൽ തന്നെയാണോ പോയിട്ട് വന്നതെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ അവരുടെ ബാഗ്, ടീച്ചർമാർക്ക് മാത്രമേ അവരുടെ ബാഗ് പരിശോധിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലുള്ളൂ. എന്നാൽ സ്വന്തം പേരൻസിന് അവരുടെ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ല. എന്നാൽ ഇവരുടെ ബാഗ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. നിങ്ങളുടെ കുട്ടി എത്ര ക്ലീൻ ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ബാഗിൽ തന്നെ സാധനം വെച്ച്, ഇനി അവൻ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവനാണെങ്കിൽ തന്നെ നിർബന്ധിപ്പിച്ച് ബാഗിലേക്ക് വെക്കുകയെങ്കിലും ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു കുടുംബത്തിന് മാത്രമല്ല, ഇത് കൈമാറ്റം ചെയ്തു പോകുന്ന കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൊടുക്കുന്നവന് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുകയല്ല, കൈമാറ്റം ചെയ്തു പോകുന്ന ആ വീട്ടിലേക്ക് ചിലപ്പോൾ അതിലും ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പം നമ്മുടെ ഏതൊരു വിധേനയും കുട്ടികളാണെങ്കിൽ കുട്ടികൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ 7ാം ക്ലാസ് വരെയുള്ള, ഈ UP വരെയുള്ള കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പറഞ്ഞാൽ, കാരണം അവരുടെ മനസ്സിൽ ഒരു കള്ളത്തരം ഇല്ലാത്ത പ്രായമാണ്. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്ത് അവർ നിൽക്കാറുണ്ട്. അപ്പം പേരൻസിനോട് പറയാനുള്ളത്, പേരൻസ് ഈ ഒരു സമയത്തിൽ ഇവരുടെ വ്യക്തി രൂപീകരണ സമയം അല്ലെങ്കിൽ ഈ ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ കോളേജിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം വരെയെങ്കിലും അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൺട്രോൾ വേണം. അവരെവിടെ പോകുന്നു, ആരെ മീറ്റ് ചെയ്യുന്നു, അവരുടെ പൈസയുടെ ഉപയോഗം, മൊബൈലിൻ്റെ ഉപയോഗം, അതെല്ലാം ഒരു ലിമിറ്റ് വെച്ച് കൺട്രോൾ ചെയ്യുക. പിന്നെ അവരെ ഒരു കാര്യത്തിന് ഫോഴ്സ് ചെയ്യാതിരിക്കുക. അതായത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിൽ നമ്മൾ പറഞ്ഞു ഒരു മീഡിയം ലെവലിൽ നിന്നാൽ മതി. പക്ഷെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന സ്വയം ഒരു നിയന്ത്രണം അല്ലെങ്കിൽ സ്വയം മനസ്സിനൊരു ബോധ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ സാധ്യമാവുകയുള്ളൂ. പിന്നെ നമുക്ക് അതിന് വേണ്ട നമ്മൾ ഇനി അയാൾക്ക് മാനസിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ അച്ഛനും അമ്മയും മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ നമ്മൾ പോയി കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും എടുക്കാറുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ തന്നെ ഞാനിവിടെ 2-3 കുടുംബങ്ങളിൽ അങ്ങനെ പറഞ്ഞ് അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് ആരുമില്ല. അപ്പം ആ ഒരു രീതിയിൽ പേരൻസ് ആണ് ഇതിൻ്റെ മെയിൻ ചുക്കാൻ പിടിക്കേണ്ട ആൾക്കാർ ഇവരാണ്. അപ്പോൾ എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ സാർ, ഈ നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ നടത്തുന്ന അവയർനെസ് ക്ലാസ് പോലെ റെസിഡൻസ് അസോസിയേഷൻ കൊണ്ടുവരാൻ പറ്റില്ല? നടത്തുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, ലൈബ്രറികൾ നടത്തുന്നുണ്ട്. ഇനി ജനകീയ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും? അതെ, നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ ഈ മേഖലകളിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ മറ്റ് യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ജനകീയ കമ്മിറ്റികൾ കൂടാറുണ്ട്, നമ്മുടെ വാർഡ് കമ്മിറ്റികൾ കൂടാറുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റികളിൽ പോകാറുണ്ട്. ഇനി മുനിസിപ്പാലിറ്റിയുടെ യോഗം വിളിച്ചാൽ പോകാറുണ്ട്.
മറ്റേത് ഒരു സ്ഥാപനം വിളിച്ചാലും, ഇനി സ്കൂളുകളിന് പുറമെയാണ് ഞാനത് പറഞ്ഞത്, സ്കൂളുകളിൽ സ്ഥിരമായിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്. ഇനി അല്ലാതെ അവർക്ക് ഇത് വേണ്ട എക്സ്ട്രാ ആയിട്ടുള്ള ഇനി ഉദാഹരണത്തിന് സ്കൂളുകളിലൊരു സ്പോർട്സ് ഡേ വെച്ചാൽ നമ്മൾ പോയി അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അകത്തേക്ക് ബൂസ്റ്റ് ചെയ്ത് പിള്ളേരെ വിടാറുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ആ ഒരു രീതിയിലേക്ക് വരാൻ ഇനി മറ്റ് ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമുക്കിതിലൊരു ഇടവേള ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടവേളയിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം ഈ പരിപാടി. മോഡേൺ സെമാൽക്ക് ഹോസ്പിറ്റൽ ഇനി വീണ്ടും തുറന്നിരിക്കുന്നു. സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർ: ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ശിവദാസ് വി, ഡോക്ടർ പ്രണവ്. ഗൈനക്കോളജി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ ഉത്തര ആർ. ജനറൽ ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ ദിനേശ് റാം സി. ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ ഡോക്ടർ അശ്വിൻ വി ദേവ്. പീഡിയാട്രിക് വിഭാഗത്തിൽ ഡോക്ടർ ഹരിപ്രിയ വി മനോഹർ. ENT സർജറി വിഭാഗത്തിൽ ഡോക്ടർ ലെസ്ലി ഫ്രാങ്ക്. എമർജൻസി വിഭാഗത്തിൽ ഡോക്ടർ വെങ്കിടേഷ്. കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടർ സുനിൽ ശിവദാസ്. നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇത് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഗ്രോസറീസ് ആയിക്കോട്ടെ, ക്രോക്കറീസ് ആയിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തും ഇവിടെയുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇനി ഈസിയായി പർച്ചേസ് ചെയ്യാം. കൂടാതെ തന്നെ ഏറ്റവും രുചികരമായ ബേക്കറി ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പൊ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് കരുണയുടെ സ്നേഹസ്പർശവുമായി ജനങ്ങളിലേക്ക്. ബന്ധങ്ങളുടെ ആഴവും പരപ്പും തിരിച്ചറിയപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ സഹജീവികളുടെ സഹായം മാത്രം മുന്നിൽ കണ്ട് കരുണയുടെ മാതൃസ്നേഹം വിളിച്ചോതുന്ന മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനങ്ങളിലേക്ക്. വരൂ, നിങ്ങൾക്കും ഒരു സഹായഹസ്തം ഞങ്ങളിലൂടെ സമൂഹത്തിലേക്ക് നൽകാം. സാന്ത്വനമേകാം ഒരു നല്ല സമൂഹത്തിനായി. നമ്മോടൊപ്പം അണിചേരൂ. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ്, ആലത്തൂർ, പാലക്കാട്. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ്, നിയർ മിനി സിവിൽ സ്റ്റേഷൻ, കോട്ട് റോഡ്, ആലത്തൂർ, പാലക്കാട്. മദർ ട്രസ്റ്റിലെ ഭാരവാഹികളും അതിലത്തെ എല്ലാ സാറുമാരും ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മദർ ട്രസ്റ്റിൽ ഒരു ചെറിയ പ്രശ്നം വന്ന കാരണം ഞങ്ങൾക്ക് ആ കിട്ടുന്നതെല്ലാം നിന്നുപോയി. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് വേറെ അവിടെ നിന്നും കാര്യമായിട്ട് ഒരു സഹായങ്ങളൊന്നും കിട്ടാറില്ല. കിട്ടുന്നത് ചെറുതോ വലുതോ എന്നുള്ളതല്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് എന്നെയാണെങ്കിലും ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിലും വലിയൊരു സഹായമായിരുന്നു. അത് നിന്നുപോയി എന്നുള്ളത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ളവർക്കും മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് അറിയാത്തവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. എന്താണ് പറഞ്ഞാൽ മറ്റ് ടീമുകൾക്ക് ഇപ്പോൾ കൊടുക്കുമ്പോൾ നല്ലത് ചെയ്യുന്നോ പെട്ടെന്ന് ചെയ്യുന്നോ അവർ എന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷേ എങ്കിലും അവർ ചെയ്യുന്ന ഒരു ഉപകാരങ്ങൾ വളരെ വളരെ വലുതാണ്. എൻ്റെ അനിയനെ കിഡ്നി സംബന്ധമായ അസുഖം തുടങ്ങിയിട്ട് 5-8 വർഷമായി. ഇപ്പോൾ 4-5 വർഷമായി ഇപ്പോൾ ഡയാലിസിസ് ചെയ്തു വരുന്നു. ആദ്യം അബൈറ്റീസ് ഹോസ്പിറ്റലിലായിരുന്നു, പാലത്തൂർ പ്രസന്റ് ഹോസ്പിറ്റലിൽ വരുന്നു. ഒരുപാട് ജനങ്ങളുടെ സഹായത്താലും ട്രസ്റ്റുകളുടെ സഹായത്താലും ഞങ്ങൾ ചികിത്സ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ ഒരുപാട് ചികിത്സാ സഹായത്തിനായി സഹായിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് ഞങ്ങൾക്ക് ആ സഹായം ലഭിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സഹായങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ നന്ദി അറിയിക്കണമെന്ന് അറിയില്ല. ഞങ്ങൾ ഇനിയും തുടർന്ന് ഞങ്ങൾക്ക് സഹായം ലഭിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേൾഡ് ലഹരി വിരുദ്ധ ദിനത്തിൽ താങ്കൾക്ക് സമൂഹത്തോട് കൊടുക്കാനുള്ള ഒരു പ്രത്യേക എന്തെങ്കിലും ജീവിതത്തിൽ തോന്നിയിട്ടുള്ള ഒരു ഉപദേശം തോന്നിയതായിട്ട് മനസ്സിൽ വരുന്നുണ്ടോ? ഉപദേശമായ രീതിയിലൊന്നും പറയാനില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാമൂഹ്യ ചുറ്റുപാട് എന്താണ് അവസ്ഥ എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇന്നത്തെ വിദ്യാർത്ഥികൾ. ഈ ഒരു കാലഘട്ടം വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ടി ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ കാണാൻ. അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മൾ അവസാനം ഒറ്റയ്ക്കായി പോകും. ആ ഒറ്റയ്ക്കായി പോകുന്നതാണ് ഈ ലഹരിയിലേക്കുള്ള അല്ലെങ്കിൽ പ്രവേശന കവാടമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഇന്ന് കാണുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒന്നും ആയിരിക്കണമെന്നില്ല. നമ്മളും ഈ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ഒരു നാൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോകും. അപ്പോൾ ആ രീതിയിൽ നമ്മളും നാളെ ഈ ലോകത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കേണ്ട ആൾക്കാരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വില്ലന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ വില്ലന്മാരെ എല്ലാം തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മനക്കരുത്ത് ഉണ്ടാക്കിയിരിക്കുക. നമ്മൾ പഴയ കാലത്തെ അപേക്ഷിച്ച് മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ പുതിയ
അത് തലമുറ വളരെ പിന്നോട്ടാണ്. ചെറിയൊരു അവഗണനയോ തിക്താനുഭവമോ എന്തെങ്കിലും വേദനകളോ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡൗൺ ആകുന്ന രീതിയിലുള്ള മനോഭാവമാണ് ഇന്നത്തെ ആളുകളുടെ ഇടയിൽ നമ്മൾ കാണുന്നത്. സാമൂഹ്യ ഇടപെടൽ വളർത്തിയെടുക്കുക, ഒരു തുറന്ന സംസാരം, അല്ലെങ്കിൽ വീടുകളിലാണെങ്കിൽ പോലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമീപനം എല്ലായിടത്തും ഉണ്ടാവണം. അത് തന്നെയാണ് അയാൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയാലും അയാൾക്ക് മുതൽക്കൂട്ടായിരിക്കുക. അപ്പം തുറന്ന സമീപനം എല്ലാ കാലത്തും ഉണ്ടായിരിക്കുക, ആ ഒരു മനോഭാവം വളർത്തിയെടുക്കുക. എന്തൊരു സാഹചര്യത്തിലും നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കുക. വീണ് കിടന്നാലും നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരാനുള്ള ഇതാണ് ഏറ്റവും വലിയ ബലം. നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ലഹരിയും മറ്റു കാര്യങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ഫ്രീ ആയിട്ട് ഈ സാധനം കിട്ടും, യൂസ് ചെയ്യാൻ തരും. എന്തിനാകൊണ്ടാണ് ഫ്രീ ആയിട്ട് തരുന്നത്? അടുത്ത തവണ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങും, അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പം ആ ഒരു രീതിയിലേക്ക് ഒരുപാട് പേര്, നിങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വീട് വിട്ട് മറ്റ് ദേശങ്ങളിലേക്ക് പോകുന്ന ആരാണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സമൂഹം എന്നൊരു തിരിച്ചറിയുക. അതിനുവേണ്ടി ബാക്കിയുള്ള ഇപ്പം ജനപ്രതിനിധികളും മറ്റ് കാര്യങ്ങളൊക്കെ പദ്ധതികളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ എന്ത് മനസ്സിന് അല്ലെങ്കിൽ വേദന തോന്നുന്ന എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെ അടുത്ത് വരിക, നമ്മളതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകുന്നതായിരിക്കും. അപ്പോൾ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ അതിഥിയായി വരികയും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിന് ഒരുപാട് നന്ദി സർ. താങ്ക് യു.